Hi friends, it's me Priya Hariprasad. Welcome to the world of economics and welcome to my channel. Hope that you all are doing good. ഇന്നത്തെ സെഷനിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീൻ മീഡിയൻ മോഡ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടോപ്പിക്സ് ആണ് മീൻ മീഡിയൻ മോഡ്. അപ്പോൾ ഡിഗ്രി ആൻഡ് പി ജി ലെവൽ സ്റ്റുഡൻസിനും നെറ്റ് സെറ്റ് എല്ലാം ട്രൈ ചെയ്യുന്നവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് തന്നെയായിരിക്കും. ട്രൈ ടു വാച്ച് ഇറ്റ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഓക്കെ ദെൻ കം ലെറ്റ്സ് ലേൺ ടുഗെദർ. ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. മീൻ മീഡിയൻ മോഡ്. ആദ്യം നമുക്ക് എന്താണ് മീൻ എന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ. മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ആണ്. ഇപ്പം നമുക്കൊരു 10 വാല്യൂസ് തന്നിട്ടുണ്ട്, അതിൻ്റെ മീൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് അല്ലേ, ആ 10 വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ചെയ്യും. എന്താ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇവിടെ ഞാൻ പറഞ്ഞു 10 വാല്യൂസ് ആണുള്ളത് അല്ലേ. അപ്പോൾ ആ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് തന്നിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം ടോട്ടൽ ചെയ്ത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ 10 ഒബ്സർവേഷൻ്റെ നമ്പർ എത്രയാണോ അതുകൊണ്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് ആവറേജ് എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് നമ്മൾ മീൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് അപ്പ് ഓൾ ദ വാല്യൂസ് ഇൻ എ ഡാറ്റാ സെറ്റ് ആൻഡ് ഡിവൈഡിങ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ് അല്ലേ. ഒരു ഡാറ്റാ സെറ്റിൽ തന്നിരിക്കുന്ന എല്ലാ വാല്യൂസിനെയും ഫസ്റ്റ് ഓഫ് ഓൾ ടോട്ടൽ ചെയ്യുക, സം ചെയ്യുക അല്ലേ. അതും ചെയ്തതിന് ശേഷം ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ആ നമുക്ക് കിട്ടിയ ടോട്ടൽ വാല്യൂവിനെ ഡിവൈഡ് ചെയ്യുക അല്ലേ. അതായത് ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, മീൻ എന്ന് പറയുന്നത്. അപ്പം മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആവറേജ് ആണ് അല്ലേ. അപ്പം മീൻ ഈസ് ഓൾസോ നോൺ ആസ് ആവറേജ് ആൻഡ് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് അപ്പ് ഓൾ ദ വാല്യൂസ് ഇൻ എ ഡാറ്റാ സെറ്റ് ആൻഡ് ഡിവൈഡിങ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ്. ഓക്കെ, ഇനി മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മിഡിൽ വാല്യൂ ഓഫ് എ ഡാറ്റാ സെറ്റ്. ആ പേരിൽ തന്നെയുണ്ട് മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ വാല്യൂ ഓഫ് എ ഡാറ്റാ സെറ്റ് ആണ്. ഒരു ഡാറ്റാ സെറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മിഡിൽ വാല്യൂ ആയിരിക്കും. എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഹയസ്റ്റും ലോവസ്റ്റും ഈക്വൽ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഹയസ്റ്റ് വാല്യൂസ് എത്ര എണ്ണം, ലോവസ്റ്റ് വാല്യൂസ് എത്ര എണ്ണം. അപ്പോൾ ആദ്യം ഹയസ്റ്റ് വാല്യൂസ്, പിന്നെ മീഡിയം ഒരു വാല്യൂ വരും, അത് കഴിഞ്ഞാൽ മിഡിൽ ഒരു വാല്യൂ വരും, അത് കഴിഞ്ഞാൽ പിന്നെ ലോവസ്റ്റ് വാല്യൂസ് പോകും. അങ്ങനെ കൃത്യം സെൻറ്ററിൽ അല്ലെങ്കിൽ മിഡിലിൽ വരുന്ന വാല്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഡാറ്റാ സെറ്റിൽ കൃത്യം മിഡിലിൽ അല്ലെങ്കിൽ സെൻറ്ററിൽ വരുന്ന വാല്യൂനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മീഡിയൻ എന്ന് പറയുക കേട്ടോ. അപ്പോൾ ദ മീഡിയൻ ഈസ് ദ മിഡിൽ വാല്യൂ ഓഫ് എ ഡാറ്റാ സെറ്റ് വിച്ച് സെപ്പറേറ്റ് the highest and lowest values equally അല്ലേ. ഹയസ്റ്റ് വാല്യൂനെയും ലോവസ്റ്റ് വാല്യൂനെയും ഈക്വലി സെപ്പറേറ്റ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ അറേഞ്ചിങ് ദ ഡാറ്റാ സെറ്റ് in order from lowest to highest and finding the value in the exact middle. അപ്പം നമുക്ക് തന്നിരിക്കുന്ന വാല്യൂവിനെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡു അറേഞ്ച് അല്ലേ. നമ്മൾ അറേഞ്ച് ചെയ്യണം. എങ്ങനെ, ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് അങ്ങനെ അറേഞ്ച് ചെയ്ത് വരണം. അറേഞ്ച് ചെയ്ത് വരുമ്പോഴാണ് മിഡിലിൽ നമുക്ക് എന്ത് വാല്യൂ ആണ് കിട്ടുക എന്ന് മനസ്സിലാവുക അല്ലേ. അപ്പം ഈ ഹയസ്റ്റും ലോവസ്റ്റും വാല്യൂസിന് ഇടയിൽ കിട്ടുന്ന ആ മിഡിൽ വാല്യൂ ആയിരിക്കും മീഡിയൻ എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ. അപ്പം മീഡിയൻ ഈസ് ദ മിഡിൽ വാല്യൂ ഓഫ് എ ഡാറ്റാ സെറ്റ് വിച്ച് സെപ്പറേറ്റ്സ് ദ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് വാല്യൂസ് ഈക്വലി അല്ലേ. ഹയസ്റ്റ് വാല്യൂസിനെയും ലോവസ്റ്റ് വാല്യൂസിനെയും ഈക്വലി സെപ്പറേറ്റ് ചെയ്യുന്നു. നമ്മളെ ഡാറ്റാ സെറ്റിനെ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യണം, ലോവസ്റ്റ് ടു ഹയസ്റ്റ് അറേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് എക്സാക്ട് മിഡിലിൽ എന്ത് വരുന്നു അതാണ് മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മോഡ് എന്ന് പറയുന്നത്, മോഡ് ഈസ് ദ വാല്യൂ ദാറ്റ് അപ്പിയേഴ്സ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഇൻ എ ഡാറ്റാ സെറ്റ്. അതായത് ഒരു ഡാറ്റാ സെറ്റ് തന്നിട്ടുണ്ട്, അതിൽ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ഒരു വാല്യൂ ഉണ്ടാവും അല്ലേ. അതായത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാല്യൂനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മോഡ് എന്ന് പറയുക. മനസ്സിലായോ, വളരെ സിമ്പിളാണ് അല്ലേ. അപ്പോൾ മോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വാല്യൂ ദാറ്റ് അപ്പിയേഴ്സ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഇൻ എ ഡാറ്റാ സെറ്റ്. ഒരു ഡാറ്റാ സെറ്റിൽ മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന വാല്യൂനെയാണ് നമ്മൾ മോഡ് എന്ന് പറയുക. എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാല്യൂനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മോഡ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ മോഡ് ഈസ് ദ വാല്യൂ ദാറ്റ് അപ്പിയേഴ്സ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഇൻ എ ഡാറ്റാ സെറ്റ്. ഓക്കെ, അപ്പം മീൻ എന്ന് പറയുന്നത് ദ ആവറേജ് ഓഫ് ദ ഡാറ്റാ സെറ്റ് ആണ്. ഒരു ഡാറ്റാ സെറ്റിൻ്റെ ആവറേജ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. തന്നിരിക്കുന്ന ആ ഡാറ്റാ സെറ്റിൽ എത്ര നമ്പേഴ്സ് ഉണ്ടോ അതിനെല്ലാം ടോട്ടൽ ചെയ്യുക, ഡിവൈഡഡ് ബൈ, അതായത് ആ വാല്യൂസിനൊക്കെ ആഡ് ചെയ്ത് ടോട്ടൽ ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഉണ്ട്, എത്ര വാല്യൂസ് ഉണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, നമ്പർ ഓഫ് വാല്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് മീൻ എന്ന് പറയുന്നത് അല്ലേ.
സിഗ്മ എക്സ് ബൈ എൻ എന്ന് നമ്മൾ പറയാറുണ്ട്. എക്സ് വാല്യൂസ് തരും, അതിന് സിഗ്മ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെ, എല്ലാം ആഡ് ചെയ്യുക അതിൻ്റെ ടോട്ടൽ, എന്നിട്ട് ഡിവൈഡഡ് ബൈ എൻ എത്ര നമ്പേഴ്സ് ഉണ്ട് അതുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് മീൻ കിട്ടും. മീഡിയൻ നമുക്കറിയാം, മിഡിൽ വാല്യൂ ഇൻ ദ ഡാറ്റാ സെറ്റ് വെൻ ദ നമ്പേഴ്സ് ആർ ഓർഡേർഡ് ഫ്രം ലീസ്റ്റ് ടു ഗ്രേറ്റസ്റ്റ് അല്ലേ. ഏറ്റവും ചെറുതെന്ന് വലുതിലേക്ക് നമ്മൾ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യണ സമയത്ത് മിഡിൽ വരുന്ന വാല്യൂ ആണ് മീഡിയൻ. മോഡ് എന്ന് പറയുന്നത് ദ വാല്യൂ ദാറ്റ് അപ്പിയേഴ്സ് മോസ്റ്റ് ഓഫൺ ഇൻ ദ ഡാറ്റാ സെറ്റ്. മോസ്റ്റ് ഓഫൺ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നത്, റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അല്ലേ, അങ്ങനെ ആവർത്തിച്ച് വരുന്ന ഒരു വാല്യൂ ഉണ്ടാവും അല്ലേ. കുറേ പ്രാവശ്യം ആവർത്തിച്ച് സെയിം വാല്യൂ തന്നെ കുറേ പ്രാവശ്യം വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മോഡ് എന്ന് പറയുക. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ സെഷനിൽ ജസ്റ്റ് മീൻ മീഡിയൻ മോഡ് എന്താണെന്ന്, പ്രോബ്ലംസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, തിയറി മാത്രം, ജസ്റ്റ് എന്താണ് മീൻ മീഡിയൻ മോഡ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും ഇതേപോലെ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് അലോട്ട്, ടേക്ക് കെയർ, ബൈ.